ശരിക്കും സമരങ്ങളോടുള്ള ഒരു ഭാവി സമീപനമായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ തീവ്രമായൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിനെ പുണർന്നുകൊണ്ടാണ് ഇന്ന് കേരള സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് ഈ കോർപ്പറേറ്റ് മേഖലകളിലുള്ള വലിയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഇതൊക്കെ നിർവഹിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഡൗൺ റോഡനായ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും അടിസ്ഥാന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങളോ അല്ലെ ബെനിഫിറ്റുകൾ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. സമരം ചെയ്യുന്ന വ്യക്തികളെയും സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നവരെ അവബോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാഹചര്യം മുഖ്യമന്ത്രി അടക്കം ഉപയോഗിക്കുന്നതെന്നുള്ള പറയേണ്ടി വരുന്നത്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരയിൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം വഹിച്ച ബാബുരാജ് സാറാണ്. സാർ, ഇവിടെ 48ാം ദിവസം ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ്. സർക്കാർ ഇതുവരെയും അനുഭാവപൂർണമായ ഒരു ചർച്ച നടത്തുകയോ ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. ശരിക്കും സമരങ്ങളോടുള്ള ഒരു ഭാവി സമീപനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം കേരളത്തിലെ സർക്കാർ മുമ്പോട്ട് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തീവ്രമായൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിനെ പുണർന്നുകൊണ്ടാണ് ഇന്ന് കേരള സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, കോർപ്പറേറ്റ് മൂലധനത്തോടുള്ള അമിതമായ വിധേയത്വം, ഇപ്പോൾ കോർപ്പറേറ്റുകൾ കൊണ്ടുവരുന്ന വലിയ പ്രോജക്റ്റുകൾ അത് നഷ്ടം സഹിച്ചാൽ പോലും അതിനുവേണ്ടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുകൾ കടമെടുത്ത് പോലും കൊടുക്കാൻ മടിയില്ലാത്ത സംസ്ഥാന സർക്കാരാണ്. ലോകത്തിൽ ഒരു മനുഷ്യർക്കും നിഷേധിക്കാൻ പറ്റാത്തത്ര മിനിമം ഏറ്റവും മാനുഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശമാരുടെ സമരത്തോട് ഇത്രമാത്രം നിഷേധാത്മകമായ സമീപനം പുലർത്തുന്നത് മൗലികമായിട്ട് ഇത് നിലപാടിൻ്റെ തന്നെ പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, കേരളം ഒരു വലിയ ഹെൽത്ത് ഹബ്ബൊക്കെ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ കാണുന്ന ഈ ആരോഗ്യ മേഖലയിൽ കാണുന്ന പ്രൊപ്പുകളെല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പോക്കറ്റിൽ നിന്ന് മനുഷ്യർ ചെലവഴിച്ച് അത്ര വലിയൊരു മധ്യവർഗ്ഗം, ഇവിടെ വികസിതമായൊരു മധ്യവർഗ്ഗം കേരളത്തിലുണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് ഈ കോർപ്പറേറ്റ് മേഖലകളിലുള്ള വലിയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഇതൊക്കെ നിർവഹിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ സമൂഹം, ഒരു 70% ഈ പറഞ്ഞ വിഭവങ്ങളുടെ പരിമിതി എല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ആരോഗ്യ ആവശ്യങ്ങൾക്കുള്ള ശരിക്കുള്ള ബ്രിഡ്ജ് ചെയ്യുന്നത് ഈ ആശമാരുടെ വർക്കാണ്. അത് വേണ്ടാതെ തീരുമാനിക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായ ആ ഒരു രാഷ്ട്രീയമാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഈ വിഷയത്തിൽ. ഈ ആശമാരുടെ സമരത്തിലൂടെ ഈ തൊഴിലാളി വർഗത്തോടുള്ള ഒരു സമീപനം, നമ്മുടെ സർക്കാരിൻ്റെ സമീപനം സത്യത്തിൽ വെളിവാവുകയല്ലേ ചെയ്തത്? അല്ല, അതിപ്പോൾ തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വരുന്ന കാര്യങ്ങളുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ തൊഴിൽ സമരങ്ങളുടെ ഒരു വലിയ ഹബ്ബാണ് കേരളം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ഒരുപക്ഷെ അതിനകത്ത് ചില ശരികളും ഉണ്ടായിരുന്നു. കാരണം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് തകിടം മറിച്ച് ഒരു തൊഴിൽ സമരങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്കിവിടെ ധാരാളം വിഭവങ്ങളുണ്ട്, വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയൊരു അന്തരീക്ഷമുണ്ട്, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം, ഒരു തൊഴിലാളി സമരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്ക് വളരെ എക്സ്പ്ലോയിറ്റീവായൊരു നിലപാടിൽ വരുന്ന കോർപ്പറേറ്റുകൾക്ക് പോലും പ്രയോജനപ്രദമായ വളക്കൂറുള്ളൊരു മണ്ണാണ് കേരളമെന്ന് ഷോക്കേസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ തൊഴിൽ നിയമങ്ങളുടെ മോശമാകുന്ന, ഫലപ്രദമല്ലാതെയാകുന്ന തൊഴിൽ നിയമങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഏറ്റവും ഡൗൺ റോഡനായ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും അടിസ്ഥാന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങളോ അല്ലെ ബെനിഫിറ്റുകൾ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോഴാണ് ഈ ധനസ്ഥിതി മോശമാണ് എന്നുള്ളൊരു വാക്യം സർക്കാർ വളരെ വ്യക്തമാണത്. കാരണം ധനസ്ഥിതിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് PSC മെമ്പേഴ്സിൻ്റെ അടക്കം അതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം, നമ്മൾ കാണാത്ത വസ്തുതകൾ ധാരാളമുണ്ട്. ശതകോടികളുടെ അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യർ വലിയ സമൂഹം ഇരയാകുമ്പോഴാണ് അവർക്ക് ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ തന്നെ പലതരം ദൂർത്തുകളിലേക്കൊന്നും ചിലവഴിക്കാൻ ഒരിക്കലും ഈ ധനകാര്യം ഒരു വലിയ പ്രശ്നമാവണില്ല. മാത്രമല്ല, ഇത് പലതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയ സാമ്പത്തിക ബാധ്യത മാത്രം വരുത്തി വയ്ക്കുന്നതാണ് ആശാ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് എന്നുള്ളൊരു പ്രശ്നം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. CPMൻ്റെ ഒരു ആശയത്തിൽ നിന്ന് തന്നെ ഇവർ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ചിന്താഗതിയായി മാറിയോ ഇന്നത്തെ കാലം? CPM വളരെ പെട്ടെന്നുണ്ടായൊരു മാറ്റമല്ല, പെട്ടെന്നുള്ളൊരു മാറ്റമാണെന്നല്ല പറയാണ്. പക്ഷെ എന്താ വെച്ചാൽ ലോകവ്യാപകമായിട്ട് തന്നെ ലോകത്തിൽ തന്നെ പല യഥാർത്ഥത്തിലും കിഴക്കൻ യൂറോപ്പിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ചയ്ക്ക് ശേഷം ഇനി മൂലധനം മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ. ഒരുപക്ഷെ മനുഷ്യ സമൂഹം മൂലധനമില്ലെങ്കിൽ മനുഷ്യ സംസ്കൃതി പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് കുറേ പ്രദേശങ്ങളെങ്കിലും പോയിട്ടുണ്ട്. അത് ചില പ്രതീതികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരിക, അതുവഴി തൊഴിൽ അവസരങ്ങൾ കൂടുതലുണ്ടാവുക, കുറേ ആളുകൾ ലാഭം ഉണ്ടാക്കുക, കുറേയൊക്കെ സമൂഹത്തിൽ ട്രിക്കിൾ ഡൗൺ ഉണ്ടാവുക. ഇത് ലോകത്തിൽ പൊതുവെ ഇന്ന് തുടർന്ന് വരുന്ന ഒരു സാമ്പത്തിക നയമാണ് ലോകത്തിൽ. അതിൻ്റെ തീവ്രമായ രൂപമാണ് കേരളത്തിൽ കാണുന്നത്. ഞങ്ങൾ വിഭവങ്ങളുടെ പേരിൽ യാതൊരു നിയന്ത്രണം ഏർപ്പെടുത്തില്ല, പ്രകൃതി വിഭവങ്ങളുടെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തില്ല, തൊഴിൽ നിയമം
നിയമങ്ങൾ, വന നിയമങ്ങൾ, മറ്റ് ലൈസൻസിങ് നിയമങ്ങൾ, നികുതി നിയമങ്ങൾ എല്ലാം മറ്റേ മൂലധനത്തിന് ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായ രീതിയിൽ പരുവപ്പെടുത്താനുള്ള അവരെ കൊണ്ട് പറ്റാവുന്നതൊക്കെ പറ്റും. യൂണിയൻ ഗവൺമെൻറ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനുതകുന്ന രീതിയിലുള്ള അതിന് സാധ്യമാകുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും പൂർണ്ണമായി വിധേയമായിട്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഈ 48 ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് ഇതുവരെയും അനുഭാവപൂർണ്ണമായൊരു ചർച്ചയോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ മുഖ്യമന്ത്രി ഈ ഒരു സമരത്തോട് അനുഭാവപൂർണ്ണമായി പെരുമാറേണ്ട എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമല്ലേ. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നല്ലേ നമ്മൾ കാണുന്നത്. ഈ ഒരു സമരം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഘട്ടത്തിൽ ഇതിന് സമാനമായ ഡിമാൻഡുകൾ CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അവർ പോലും നിശബ്ദരാണ്. മറിച്ച് സമരം ചെയ്യുന്ന വ്യക്തികളെയും സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നവരെ അബോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാഹചര്യം മുഖ്യമന്ത്രി അടക്കം ഉപയോഗിക്കുന്നതെന്നുള്ള പറയേണ്ടി വരുന്നത്. ഇത് പക്ഷേ ഒരു എക്സംഷൻ അല്ല. പൊതുവെ പല കാര്യങ്ങളിലും എടുത്തു വരുന്ന ഒരു നോമായി കഴിഞ്ഞു. എന്തായാലും വളരെ നന്ദി നമ്മളോട് പ്രതികരിച്ചതിൽ. പിന്നെ കേരളയിൽ സമര നേതാവാണ് നമ്മളോട് പ്രതികരിച്ചത്. ആശാവർക്കർമാരുടെ സമരം 48-ാം ദിവസം പിന്നിടുന്ന വേളയിലും സർക്കാർ ഇതുവരെയും അനുഭാവപൂർണ്ണമായൊരു നിലപാട് സ്വീകരിക്കുവാനോ അത് പൊതുസമൂഹത്തിന് മുൻപിൽ അഡ്രസ്സ് ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്നത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.